മഴതോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുക. ബാലചന്ദ്രൻ പറയുക, എന്താ എന്താ ഇവിടെ ജോലി? ഇല്ല, ഞാനെല്ലാം എടുത്തു വെക്കുകയായിരുന്നു. എന്തിനാ? എൻ്റെ അടുത്ത് ഇന്നുവരെ ഇവിടെ നിൽക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് നീ ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ. ഇന്ന് നീ പുറത്തിറങ്ങണ്ട, നീ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല. ഞാൻ തീരുമാനിക്കും ആര് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ആരുടെ ബബിത പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നാലും അമ്മ പറഞ്ഞു സമാധാനത്തിന് വേണ്ടി ഞാൻ ഇവിടുന്ന് പോകണമെന്ന്. ആ, മോള് പോവേണ്ട ആവശ്യമില്ല, മോള് പോയി റെസ്റ്റ് എടുക്കുക, വയ്യാത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി താഴോട്ട് വരിക. എന്നിട്ട് വൈജയന്തി അവിടെ നിൽക്കുക. വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ എല്ലാവരും വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാനാണോ പോകുന്നത്? എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഞാനാണെങ്കിൽ ഒന്നും പറയുന്നില്ല അച്ഛാ. ഇവിടെയാണെങ്കിൽ അമ്മ ഓരോന്നൊക്കെ പറയുക. എന്തു പറയുക? ഇല്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇനിയാണെങ്കിൽ രോഹിത് ചേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ അമ്മ എന്തോ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഒരു കാര്യം. അതെന്താ? അവൻ്റെ കാര്യത്തിൽ തീരുമാനമെല്ലാം ആയല്ലോ. എവിടെ പഠിക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ. ഇനി അതിനെക്കുറിച്ച് ഒരു ഇതും വേണ്ട ചർച്ചയും. അപ്പോഴത്തേക്കും വൈജയന്തി കേട്ടുകൊണ്ടെന്ന് പറയുക, എന്തായാലും ഞാനാ തീരുമാനം എടുക്കേണ്ടത്. ഇനി എവിടെ കൊണ്ടുപോയെന്നാൽ അവൻ്റെ കൂടെ ഞാനാ കൂടെ പോകുന്നത്, അല്ലാതെ അലീനയല്ല. നിൻ്റെ ഇഷ്ടം. നീ കൂടെ പോകാത്തതെന്താ? അതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. നിനക്ക് കൂടെ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാമായിരുന്നു. ആരെയും തലയിൽ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, ഓരോ കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ, അല്ലാതെ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും കാണില്ല. എന്നാൽ ദൂരെ നിന്നാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കും എന്താ പറയുന്നതെന്ന്. എന്നിട്ടോ അലീന ചേച്ചി ഒരു സമാധാനം കൊടുക്കത്തുമില്ല എന്ന് പറയുക. ഇത് കേട്ടും വൈജയന്തി പറയുക, എനിക്കാണോ സമാധാനം കേട്ട്, അതോ അലീനയ്ക്കാണോ, അതോ നിങ്ങൾക്കാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. ഞാനല്ലേ ഈ വീട്ടിലെ അധികപ്പറ്റ്. ഞാൻ ഇവിടുന്ന് പോവാം. എനിക്ക് തറവാടുണ്ട്. പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യം? ഞാൻ പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. നീ പറയുന്നുണ്ടല്ലോ പോവാന്ന്. നീ എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് പോവുക. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് പോവുക എന്തോ ആവശ്യത്തിന്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് രോഹിത്, ബബിത എല്ലാവരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വൈജയന്തി പറയുക, ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുക. ഇത് കണ്ടിട്ട് ബബിത പറയുക, അമ്മ പോവരുത്, അമ്മ ഈ വീട്ടിൽ നിന്ന് പോകണ്ട, എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യം? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണമെന്നെങ്കിൽ വരാം, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് നിൽക്കില്ല എന്ന് പറയുക. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഈ വീട്ടിൽ നിന്ന് പോയില്ലല്ലോ, പിന്നെ ഞാനാ ഇനി ആ വീട്ടിൽ നിന്ന്. ഇവൾ എപ്പോഴാണോ പോകുന്നത് അപ്പോഴാണ് ഞാൻ ഇനി ആ വീട്ടിൽ നിന്ന് വരുള്ളൂ. ഞാൻ അടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. അങ്ങനെ കാറ് വന്ന് നിന്നപ്പോഴത്തേക്കും ബബിത ഓടി അടുത്തേക്ക് പോകുന്നുണ്ട്, അമ്മ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ബബിതയുടെ കയ്യിനെ പിടിച്ച് വലിച്ചിട്ട് നീ പോകുന്നു പറഞ്ഞിട്ട് വീണ്ടും കാറിൽ കയറി പോവുക. ഇത് പോകുന്നത് കണ്ടിട്ട് കൃഷ്ണ പറയുക, അമ്മ ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. അമ്മയാണെങ്കിൽ പറയുക, ഇനി അലീന ചേച്ചി വന്നിട്ടേ വരുള്ളൂ എന്ന്. എനിക്ക് തോന്നി അമ്മ ബാഗ് എടുക്കാൻ പോയപ്പോഴത്തേ അത് ചുമ്മാതല്ലേ. അമ്മ 2 ദിവസം ആകുമ്പോഴത്തേക്കും അമ്മ തിരിച്ച് ഇങ്ങോട്ടല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് തന്നെ വരും. ആ ചേച്ചി നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീനയും പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കാരണമല്ലേ, ഞാനും പോവാം. അപ്പോഴത്തേക്കും കൃഷ്ണ പറയാ, രണ്ടുപേരും പോവേണ്ട കാര്യമുണ്ടോ? ഒരാൾ പോയെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു വരും. അമ്മ എത്ര പ്രാവശ്യം പോയിട്ട് പിന്നെയും വന്നത്. അമ്മയ്ക്ക് ദേഷ്യം മാറുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങോട്ട് തന്നെ, ഞങ്ങളൊക്കെ ഇവിടെയല്ലേ ഉള്ളത്, ഇവിടെ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും രോഹിത് പറയുക, അവിടെയാണെങ്കിൽ അങ്കിൾ എല്ലാവരും ഉണ്ടല്ലോ, അമ്മമ്മ എല്ലാവരൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ പതുക്കെ വരുള്ളൂ. ചേച്ചി വിഷമിക്കണ്ട, ഇത് ഇടയ്ക്കൊക്കെ അമ്മ പോയി ഒരു ദിവസം നിന്നിട്ടേ വരുള്ളൂ, അങ്ങനെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നേരെ വൈജയന്തി തറവാട്ടിലേക്ക് പോവുക. അവിടെ ശിവനാണെങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിവൻ പറയുക, നീ എന്താ വേഗമായിട്ട് ഇങ്ങോട്ട്? അത് ഇനി ആ വീട്ടിൽ അലീന പോകാതെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ശിവൻ പറയുക, നിനക്ക് നിൻ്റെ കാര്യം മാത്രം ഒരു സ്വാർത്ഥ താല്പര്യമാണ്. നിൻ്റെ മക്കളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം ഒന്നും നിനക്കറിയണ്ട. നിൻ്റെ സ്വന്തം കാര്യം മാത്രമാണ് നീ ഇത്രയും കാലം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ വരെ നിനക്ക്. അതുകൊണ്ട് നിൻ്റെ മക്കളും. അത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്തായാലും അലീന അവിടെ നിന്നെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം? നീ എന്തിനാ അവിടെ നിന്ന് പോയത്?
ഈ അവിടെ നിന്നില്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് നിൻ്റെ വീട് തന്നെ, എത്ര ദിവസം വേണമെങ്കിൽ നിന്നിട്ട് പോകാം, പക്ഷെ പിണങ്ങിയൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയാ, എനിക്കിവിടെ അവകാശപ്പെട്ട തറവാടാ, എനിക്കിവിടെ നിൽക്കുക, എത്ര ദിവസം വേണമെങ്കിൽ വിൽക്കുക, ആരുടെ അധികാരമൊന്നും എനിക്ക് ആവശ്യമില്ല, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് നിൽക്കാൻ എപ്പോഴെങ്കിലും വരെ എല്ലാം ചെയ്യാം, പക്ഷേ അലീന പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവാത്ത കാര്യമാണ്. അലീന നിന്നെന്ന് പറഞ്ഞ് നിനക്കെന്താ കുഴപ്പം? അലീന നല്ല കുട്ടിയാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, അത് നിനക്കത് മനസ്സിലാവും, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ പറയുന്നുണ്ട്. ഇത് കേട്ടത് ശിവൻ്റെ കാര്യം പറയുക, എന്തായാലും ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ, എന്തായാലും അവൾ പോയിട്ടിനി പോയാൽ മതി, അവളെ എല്ലാവരെയും ശത്രുക്കളാക്കലാണല്ലോ അവളെ പരിപാടി. അതുമാത്രമല്ല, അവളാണല്ലോ ആ വീട്ടിലെ എല്ലാ കാരണവരും ഇപ്പോഴ്. അതുകൊണ്ട് പിന്നെ അവരങ്ങ് നടത്തിക്കോട്ടെ കാര്യങ്ങളൊക്കെ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി നിന്നിട്ട് പോയാൽ മതി എന്ന് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവൻ പറയുക, നീയാണെങ്കിൽ ഒന്നും ഏറ്റുപിടിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു അഭിപ്രായവും പറയണ്ട, അതിവിടെ പറയാൻ ഞാനുണ്ട്, അതുകൊണ്ട് അമ്മയുണ്ട്, അമ്മയെ പോയി കാണാമെന്നൊക്കെ പറയുക. അങ്ങനെ വൈജയന്തി അമ്മയെ കാണാൻ പോവുക. അങ്ങനെ അമ്മ പറയുക, എന്തായാലും നിന്നെ കണ്ടിട്ട് കുറേ നാളായി, ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നതാ, പിന്നെ ഇങ്ങോട്ട് വന്നല്ലോ, നല്ല കാര്യം, ഇനി 2 ദിവസം നിന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിന് 2 ദിവസമല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത്, ഇനി ആ വീട്ടിൽ നിന്ന് അലീന എന്നാ പോകുന്നത് അന്നേ ഞാൻ അങ്ങ് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് എന്തായാലും നല്ല കാര്യമാണ്, നിനക്കിവിടെ നിൽക്കാം, പക്ഷേ നീ അലീന പോയിട്ടൊന്ന് പറയരുത്, അലീന നല്ലൊരു കുട്ടിയാണ്, ഞാൻ കേട്ടിടത്തോളം എല്ലാ കാര്യത്തിനും അവൾ ആ വീട്ടിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അവളെ നീ വെറുക്കുകയൊന്നും ചെയ്യരുത്, സ്നേഹത്തോടെ പോകാൻ നോക്കണം, അതിൻ്റെ പേരും പറഞ്ഞ് ഇനി വഴക്കൊന്നും കൂടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബബിത പറയുന്നുണ്ട്, ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ശിവൻ്റെ അടുത്ത്, എന്തായാലും അമ്മ എത്തിയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ട് ശിവൻ പറയുക, ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി പറയുമോ, ഫോൺ വന്നോ ഞാനിവിടെ വന്നെന്ന്, പറയും ഞാൻ ഇവിടെ വന്നില്ലെന്ന്. അപ്പോഴത്തേക്ക് ശിവൻ പറയുക, ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് പറയുക ബബിത, ഞങ്ങൾ പറഞ്ഞ കേൾക്കാതെയാണ് വന്നത്, ഇനി എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്ക് പറയാം, അവൾ തിരിച്ച് വന്നോളൂ, മോൾ വിഷമിക്കയുടെ, ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ശിവൻ പറയുകയും ചെയ്യുന്നുണ്ട്.